പരിസ്ഥിതി സൗഹൃദ കേരളത്തിനൊരാമുഖം. മാലിന്യ സംസ്കരണത്തിന് ത്രിമുഖ തന്ത്രം ആവശ്യം. കേരളം 8 ഡിഗ്രിയിൽ തുടങ്ങുന്ന അക്ഷാംശത്തിൽ ഉൾപ്പെടുന്ന ഭൂമധ്യരേഖയുടെ സാമീപ്യമുള്ള പ്രദേശമായതിനാൽ വർഷത്തിൽ നല്ല സൂര്യപ്രകാശവും ചൂടും ലഭിക്കുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് കടലും കിഴക്ക് സഹ്യാദ്രിയും ഉള്ളതുകൊണ്ട് നല്ല മഴയും ലഭിക്കുന്നു. ചരിഞ്ഞ ഭൂപ്രകൃതി ആയതുകൊണ്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് നിരവധി നദികളും രൂപപ്പെട്ടിട്ടുണ്ട്. 44 നദികൾ, ലക്ഷക്കണക്കിന് കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കായലുകൾ, വയലുകൾ, നീരുറവകൾ എന്നിവയെല്ലാം കൊണ്ട് ജലസ്രോതസ്സുകളുടെ സമ്പന്ന ദേശം. വർഷത്തിൽ 120 ദിവസം വരെ നല്ല മഴയും ലഭിക്കുന്നുണ്ട്. സൂക്ഷ്മതലത്തിൽ പോലും ചരിവിന് വലിയ പ്രാധാന്യമുണ്ട്. നദികളുടെ നീളം, വീതി, ആഴം എന്നിവയിലെ കുറവ്, മണ്ണിൻ്റെ ഘടന, മേൽമണ്ണിൻ്റെ ആഴം, ചരിവ്, ഭൂവിനിയോഗ ക്രമങ്ങൾ, പാറയുടെ ഘടന എന്നിവയെല്ലാം കാരണം ഉപരിതല നീരൊഴുക്കിൻ്റെ വേഗത വളരെ കൂടുതലാണ്. മണ്ണിൻ്റെ കനം കുറവായതിനാൽ അധിക മഴയെ കരുതി വയ്ക്കാനും പരിമിതിയുണ്ട്. സ്വാഭാവിക ഭൂജല പരിപോഷണത്തിൻ്റെ സാധ്യതകൾ കുറഞ്ഞു വരികയാണ്. മനുഷ്യ ഇടപെടലുകൾ. കേരളത്തിൻ്റെ 75% സ്വാഭാവിക വനമായിരുന്നു. മലകളും കടൽ തീരുവയുമായിരുന്നു പ്രധാന ഭൂവിഭാഗങ്ങൾ. ഇടനാട് പിന്നീട് രൂപപ്പെട്ടതാണ്. 1 ഹെക്ടർ വനം 32,000 ഘന-കിലോമീറ്റർ പ്രദേശത്തെ മഴവെള്ളം ഉൾക്കൊള്ളും. 10 സെൻറ്റ് വയൽ 1,60,000 ലിറ്റർ മഴവെള്ളത്തെ നിരവധി മാസങ്ങൾ കെട്ടി നിർത്തും. കാവുകളും വനങ്ങളും വയലുകളും കുറയുന്നത് ജലസംബന്ധമായ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുന്നു. 1970-കളിൽ മുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം പേർ തൊഴിലന്വേഷിച്ചു പോയി. നിലവിൽ പ്രതിവർഷം 1 ലക്ഷം കോടിയിലധികം രൂപ NRI തുകയായി നാട്ടിലെത്തുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ കാരണങ്ങൾ കൂടിക്കൊണ്ട് പ്രസ്തുത തുക ഉൽപ്പാദന മേഖലകളിലേക്ക് പോകുന്നില്ല. പകരം വീടുകൾ, കെട്ടിടങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവയ്ക്കാണ് പണം പ്രധാനമായും ഉപയോഗിച്ചത്. വർദ്ധിച്ച നിർമ്മാണത്തിനായി ധാരാളം മണൽ, പാറ, ഇഷ്ടിക, തടി എന്നിവ വേണ്ടി വന്നു. ഭൂമിയുടെ വിലയും വല്ലാതെ ഉയർന്നു. മണലൂറ്റലുകളും ക്വാറികളും ഇഷ്ടിക കളങ്ങളും മരം മുറിയും കൂടി വന്നപ്പോൾ ഇല്ലാതായത് സ്വാഭാവികമായ പ്രകൃതി വിഭവങ്ങൾ കൂടിയാണ്. സിമൻറ്റ്, പെയിൻറ്റ് എന്നിവയുടെ ഉപയോഗം കൂടിയായപ്പോൾ അന്തരീക്ഷത്തിലെ സൂക്ഷ്മ താപനില ക്രമാതീതമായി ഉയർന്നു. ഭൂവിനിയോഗത്തിൽ വലിയ മാറ്റമാണ് അനുനിമിഷം വന്നുകൊണ്ടിരിക്കുന്നത്. കുന്നിടുക്കിലും വയൽ നികത്തലും വളരെ വ്യാപകമാണ്. മാലിന്യ സംസ്കരണത്തിലെ അശാസ്ത്രീയതയും കുറവും കാരണം കരയും ജലാംശങ്ങളുമെല്ലാം മലിനമാകുന്നതിൻ്റെ തോതും വളരെ കൂടുതലാണ്. സ്വദേശിയും സ്വാഭാവികവുമായ സസ്യസമ്പത്തിന് വനത്തിനും പകരമായി തേക്ക്, മാഞ്ചിയം, അക്കേഷ്യ, യുക്കാലിപ്റ്റസ് തുടങ്ങിയവയെല്ലാം വ്യാപകമായപ്പോൾ ഇല്ലാതായത് ജൈവ വൈവിധ്യം കൂടെയാണ്. ആഗോളതാപനത്തോടൊപ്പം കേരളത്തിലെ സൂക്ഷ്മ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന മനുഷ്യ ഇടപെടൽ കൂടിയായപ്പോൾ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി മാറുന്നു. ചൂടുകാലം ഉഷ്ണതരംഗവും സൂര്യതാപവും വളർച്ചയും ജലക്ഷാമവും അനുബന്ധ പ്രശ്നങ്ങളുമായി തീരുന്നു. ചെറിയ സ്ഥലത്ത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ മഴ വരുന്നതിനാൽ മഴക്കാലം വെള്ളപ്പൊക്കവും പ്രളയവുമാണ് നൽകുന്നത്. കടൽ 20 ദിവസത്തിൽ നിന്ന് മാറി 200 ദിവസം വരെ ചൂടാകുന്നു. കടലിൻ്റെ ഭാവമാറ്റം സാമീപ്യവും തീരപ്രദേശത്തുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. വേണം പുതിയ പരിസ്ഥിതി സൗഹൃദ കേരളം. കേരളത്തിലെ മണ്ണ്, വനം, വയൽ, തണ്ണീർത്തടങ്ങൾ, ജലം, ജൈവസമ്പത്ത് എന്നിവയെ പരമാവധി സംരക്ഷിക്കുന്ന പുതിയ വികസന നയങ്ങളും കർമ്മപരിപാടികളും ആവശ്യമാണ്. വർദ്ധിച്ച തോതിൽ ലഭിക്കുന്ന സൂര്യൻ്റെ ചൂടും പ്രകാശവും പരമാവധി പ്രയോജനപ്പെടുത്തണം. സോളാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ പഠന ഗവേഷണങ്ങളും ഉപകരണങ്ങളും വികസിപ്പിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി സഹായത്താൽ സോളാർ ഗവേഷണ വികസന സ്ഥാപനം ആരംഭിക്കണം. ചെറുകിട മൈക്രോ ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യതകൾ കാര്യമായി പരിശോധിക്കണം. കാറ്റ്, തിരമാല, മാലിന്യം എന്നിവയിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം നോക്കുന്നു. സംസ്ഥാനത്തെ വിവിധ കാർഷിക പരിസ്ഥിതിക മേഖലകളായി തിരിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം. സൂക്ഷ്മ നീർത്തടങ്ങളെ വികസന യൂണിറ്റുകളായി നിയമം വഴി പുനർനിർണ്ണയിക്കണം. ഓരോ കാർഷിക പരിസ്ഥിതി യൂണിറ്റിനും ആവശ്യമായ സാങ്കേതിക രീതികളും വിത്തിനങ്ങളും വിള സമ്പ്രദായവും കാർഷിക പരിപാലന മാർഗങ്ങളും വികസിപ്പിച്ച് നിയമത്തിൻ്റെ കൂടി ഭാഗമാക്കണം.
ഒരു രണ്ടാം ഭൂപരിഷ്കരണവും വിനിയോഗ നയവും പ്രധാനമാണ്. ഓരോ വിളകൾക്കും ആവശ്യമായ ജലം മാത്രം നൽകുവാൻ കഴിയുന്ന സെൻസറുകളും ജലസേചന മാർഗങ്ങളും പലതും നിലവിലുണ്ട്. അവ വ്യാപിപ്പിക്കുകയും പുതിയവ വികസിപ്പിക്കുകയും വേണം. നിലവിൽ തീരം മുതൽ മലനാട് വരെ മിക്കവാറും ഒരേ രീതിയിലുള്ള കാർഷിക പ്രയോഗങ്ങളാണുള്ളത്. കാർഷിക വിള അധിഷ്ഠിത പാക്കേജിനു അപ്പുറം പാരിസ്ഥിതിക മേഖല കണക്കാക്കിയുള്ള സൂക്ഷ്മതല ഫാം പ്ലാനുകൾ ചെറിയ കൃഷിയിടങ്ങൾ മുതൽ വൻ തോട്ടങ്ങൾ വരെ ബാധകമാക്കണം. പരിസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത ഒരു അധിനിവേശ വിളകളും വൃക്ഷങ്ങളും നടരുത്. മഴവെള്ള സംഭരണം, കൃത്രിമ ഭൂജന പരിപോഷണം, ജലസംരക്ഷണം എന്നിവ വ്യാപകമാക്കണം. നിലവിലുള്ള കെട്ടിടങ്ങൾക്കും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാവുന്നതാണ്. നീർത്തട പരിപാലന രീതിയിൽ കൂടുതൽ പ്രചരിപ്പിക്കണം. മാലിന്യ സംസ്കരണത്തിന് ത്രിമുഖ തന്ത്രം ആവശ്യമാണ്. വലിയ പ്ലാന്റുകൾ, മീഡിയം പ്ലാന്റുകൾ, ചെറിയ പ്ലാന്റുകൾ എന്നിവ ആവശ്യമാണ്. അതോടൊപ്പം ഗൃഹാധിഷ്ഠിത മാലിന്യ സംസ്കരണത്തിനാവശ്യമായ പുതിയ സാങ്കേതിക രീതികൾ വികസിപ്പിക്കണം. സാനിറ്റേഷൻ മിഷനെ പുനഃസംഘടിപ്പിച്ച് വാട്സൺ പഠന ഗവേഷണ വികസന സ്ഥാപനം തുടങ്ങണം. മണ്ണിര കമ്പോസ്റ്റ്, ബയോഗ്യാസ് പ്ലാന്റ്, മാലിന്യത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്, മറ്റ് ചെറുതും വലുതുമായ സാങ്കേതിക രീതികൾ എന്നിവ രൂപപ്പെടുത്തണം. മണ്ണിര കമ്പോസ്റ്റ് കൃഷിക്കുപയോഗിക്കുന്ന രീതി ഇൻസെൻറ്റീവ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണം. പുതയിടൽ പോലുള്ള ജൈവ രീതികൾ വ്യാപകമാക്കേണ്ടതാണ്. സ്വാഭാവിക വനം രൂപപ്പെടുത്തുവാനും സഹ്യാദ്രി സൂക്ഷ്മ വനങ്ങൾ പരമാവധി സൃഷ്ടിക്കുവാനുമാണ് നാം ഇനിയും ശ്രദ്ധിക്കേണ്ടത്. സുഗത സ്മൃതി സൂക്ഷ്മവന പദ്ധതി നടപ്പിലാക്കാവുന്നതാണ്. വൃക്ഷത്തെ നടലും പരിപാലിക്കലും പാഠ്യപദ്ധതിയുടെ കൂടി ഭാഗമാക്കി വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ മാർക്കിൽ ഉൾപ്പെടുത്തണം. സംസ്ഥാനത്തെ പച്ചപ്പിൻ്റെ തോത് ഇരട്ടിയെങ്കിലുമാക്കി മാറ്റണം. സ്കൂളുകൾ, കോളേജുകൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ തൈനടൽ, മാലിന്യ സംസ്കരണം, സോളാർ പാനൽ, ഹരിത കെട്ടിടങ്ങൾ, മഴവെള്ളം, ഭൂജല സംരക്ഷണം തുടങ്ങിയവ നടപ്പിലാക്കണം. ഒരു വർഷ ഹരിത പ്രചരണ വർഷമായി ആചരിക്കണം. പ്രസ്തുത വർഷത്തിൽ വീടും നാടും പരമാവധി ക്ലീൻ ചെയ്യുന്ന പരിപാടി കൂടി വേണം. ഇവയിൽ പങ്കെടുക്കുന്നവർക്ക് പ്രോത്സാഹന പദ്ധതികൾ നടപ്പിലാക്കണം. പ്രചരണ മാർഗങ്ങളും കർമ്മ പരിപാടികളുമാണ് വേണ്ടത്. അതിനുള്ള വിവിധ സംഘടനാ സംവിധാനങ്ങൾ സംസ്ഥാനത്തുണ്ട്. അവയുടെ ഏകോപനം മാത്രം മതിയാകും. ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നതിനും പ്രത്യേക ക്യാമ്പയിൻ ആവശ്യമാണ്. പൊതുസ്വത്ത് സംരക്ഷണ പരിപാലന നിയമവും വിവിധതല സംഘടനാ സംവിധാനങ്ങളും ജാഗ്രതാ സമിതികളും തയ്യാറാക്കേണ്ടതാണ്. ഇൻസെൻറ്റീവിൻ്റെ ഭാഗമായി ഗ്രീൻ സ്റ്റാർ നിശ്ചയിക്കണം. ഹരിത കെട്ടിട നിർമ്മാണ രീതികൾ വ്യാപകമാക്കണം. വീടുകളുടെയും ഫർണിച്ചറുകളുടെയും ആവശ്യത്തിനായി തെങ്ങിൻ തടി ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള സാങ്കേതിക രീതികൾ വികസിപ്പിക്കണം. സിമൻറ്റ്, മണൽ എന്നിവ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന കെട്ടിട നിർമ്മാണ മാതൃക മുന്നിലുണ്ട്. അവ പാലിക്കുന്നവർക്ക് ടാക്സ് ഇളവും പ്രത്യേക ഇൻസെൻറ്റീവും നൽകണം. റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി സൗന്ദര്യവൽക്കരണവും വൃക്ഷത്തെ നടീലും പൊതുമരാമത്ത് വകുപ്പ് മാനുവലിൽ കൊണ്ടുവരണം. ജൈവ രീതിയിലുള്ള മണ്ണ്, ജൈവ സംരക്ഷണ രീതിക്കുള്ള മെഷർമെൻറ്റുകൾ, എംബുക്ക് എഴുതുവാനുള്ള ഘടകങ്ങളും കൂടി പൊതുമരാമത്ത് മാനുവലിൽ വേണം. രാമച്ചം പോലുള്ളവ മണ്ണൊലിപ്പ് തടയുവാനും മലനിരകൾ സംരക്ഷിക്കുവാനും വ്യാപകമായി വിവിധ രാജ്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. രാമച്ചം, മുള തുടങ്ങിയവ കൂടുതലായി വ്യാപിപ്പിക്കുന്നത് മണ്ണ്, ജലം ശുദ്ധമാക്കുകയും സമൃദ്ധിക്കും നല്ലതാണ്. നഗരങ്ങളിലും ഗ്രാമകേന്ദ്രങ്ങളിലും നിരനിരയായി കെട്ടിടങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ബഹുനില മന്ദിരങ്ങൾ, ഭൂഗർഭ മന്ദിരങ്ങൾ എന്നിവ പരമാവധി വ്യാപിപ്പിക്കണം. ലംബമായുള്ള നിർമ്മാണ രീതിയും അണ്ടർഗ്രൗണ്ട് നിർമ്മിതികളുമാണ് ഇനി കേരളത്തിൽ വേണ്ടത്. പൊതുഗതാഗതം മെച്ചപ്പെടുത്തുകയും കഴിയുന്നത്ര സ്ഥലങ്ങളിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പെർമിറ്റ് നൽകുകയും വേണം. കാർ ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഉപയോഗം പടിപടിയായി കുറയ്ക്കുവാനുള്ള നടപടികൾ ആരംഭിക്കണം. ഷെയർ ദ സീറ്റ് പോലുള്ള പദ്ധതികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി തുടർന്ന് വ്യാപകമാക്കണം. ടൂറിസം മേഖലയിൽ പരിസ്ഥിതി സൗഹൃദ രീതികൾ വികസിപ്പിക്കണം. DTPCകൾ ഒഴിവാക്കി സ്വതന്ത്രമായ ഏജൻസിയാക്കി ടൂറിസം പ്രോത്സാഹിപ്പിക്കണം. സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൂറിസം മേഖല വികസിപ്പിക്കണം. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കണം. വൻകിട നിർമ്മിതികളോ കെട്ടിടങ്ങളിൽ താമസമോ ടൂറിസ്റ്റുകളും ആഗ്രഹിക്കുന്നില്ല. കായൽ ടൂറിസം, മൺസൂൺ ടൂറിസം, ഹിൽ ടൂറിസം, പൈതൃക ടൂറിസം, സ്പിരിച്വൽ ടൂറിസം, ഹെൽത്ത് ടൂറിസം എന്നതിനൊക്കെ വലിയ സാധ്യതയാണുള്ളത്. വൻകിട നിർമ്മിതികളുടെ ആവശ്യം ഇല്ല.
പൊതുനിർദ്ദേശങ്ങൾ: ആഭ്യന്തര വിമാന സർവീസിനായി കഴിയുന്നത്ര സ്ഥലങ്ങളിൽ ചെറിയ വിമാനത്താവളങ്ങളും ഹെലിപ്പാഡുകളും നിർമ്മിക്കണം. മിനി റെയിൽ സംവിധാനം ഗ്രാമങ്ങളിൽ തുടങ്ങണം. കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദത്തിനുള്ള നടപടികൾക്കുള്ള ചർച്ച തുടങ്ങണം. തുണിസഞ്ചി, പാള ബാഗ്, പരുത്തി ബാഗ്, പാളപാത്രം, പേപ്പർ ബാഗ്, സഞ്ചി, മറ്റ് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ചെറുകിട വ്യവസായമായി പ്രോത്സാഹിപ്പിക്കണം. വാഴനാരിൽ നിന്നുള്ള പട്ട്, മറ്റുൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വലിയ സാധ്യതയാണുള്ളത്. റബ്ബർ അധിഷ്ഠിത റോഡുകളും നിർമ്മിതികളും പ്രോത്സാഹിപ്പിക്കുക. പരിസ്ഥിതി സൗഹൃദ പ്രായോഗിക പ്രവർത്തനങ്ങൾക്കുള്ള പ്രത്യേക കരിക്കുലം സിലബസും തയ്യാറാക്കി സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. പരിസ്ഥിതി സൗഹൃദ നിർമ്മിതികൾ വികസിപ്പിക്കുവാനുള്ള പ്രായോഗിക ഗവേഷണ പദ്ധതികൾ ആരംഭിക്കുക. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ അതിരുകൾ ചെറുതും വലുതുമായ നീർത്തടങ്ങളുടെയും നദീതടങ്ങളുടെയും അടിസ്ഥാനത്തിലാക്കി പുനർനിർണയിക്കുക. കയർ, കൈത്തറി, റബ്ബർ, മാങ്ങ, ചക്ക, തേങ്ങ തുടങ്ങിയവയുടെ വൈവിധ്യവൽക്കരണ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുക. സംസ്ഥാനത്തെ ഗവേഷണ സ്ഥാപനങ്ങൾ, വിവിധ വകുപ്പുകൾ എന്നിവ ഏകോപിപ്പിക്കുക. ക്വാറികൾ, മണലൂറ്റ്, ഇഷ്ടിക നിർമ്മാണം എന്നിവ സർക്കാർ നിയന്ത്രണമുള്ള സഹകരണ കമ്പനികളുടെ നേതൃത്വത്തിൽ ആക്കുക. ജലം, പരിസ്ഥിതി, കാലാവസ്ഥാ മാറ്റം, ദുരന്ത പരിപാലനം, മണ്ണ്, വനം എന്നിവയെല്ലാം ചേർത്ത് കൊണ്ടുള്ള ഭൂസാക്ഷരതാ പരിപാടി നടപ്പിലാക്കുക. ഭൂവിനിയോഗ നയം രൂപീകരിക്കുക. നിലവിലെ ചാരനിറ സമ്പദ് വ്യവസ്ഥയ്ക്ക് പകരം ഒരു ഹരിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങണം. പരിസ്ഥിതി സൗഹൃദ ക്രെഡിറ്റുകളുടെ പുതിയ രീതികളാണ് ഇനിയും വേണ്ടത്.